നമസ്കാരം. പിണറായിയുടെ വസത്തിലെ ഇ ഡി റെയ്ഡ് വാർത്തയിൽ മുങ്ങിപ്പോവരുതാത്ത നിരവധി വാർത്തകൾ ഉള്ളതുകൊണ്ടാണ് ഈ വാർത്ത ഒരിക്കൽ കൂടി പറയേണ്ടി വരുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ചിരഞ്ജീവി ആയിരിക്കുമെന്നും എക്കാലവും കേരളം ഭരിക്കുമെന്നും കരുതി ചില പോലീസുകാർ അങ്ങേയറ്റത്തെ വൃത്തികേടുകൾ കാണിച്ചിരുന്നു. ആ വൃത്തികേടുകളിൽ തെളിവോടുകൂടി നമ്മുടെ മുമ്പിലെത്തിയ ഏറ്റവും വലിയ നെറുകേടിന് പിണറായി വിശേഷിപ്പിച്ചത് രക്ഷാപ്രവർത്തനമെന്നാണ്. നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ ഭീകരമായ ദൃശ്യങ്ങൾ. പിണറായിയുടെ ജനം വെറുക്കുന്ന നവകേരള ബസ് കടന്നു പോകുന്നു. ആ ബസ്സിൽ മന്ത്രിമാരൊക്കെ ഉണ്ട്. ആ ബസ്സിന്റെ സൈഡിൽ നിന്നുകൊണ്ട് 2 യൂത്ത് കോൺഗ്രസുകാർ കരിങ്കൊടി കാണിക്കുന്നു. അപ്പോൾ തന്നെ അവിടെ ആ വാഹനം കടന്നു പോകേണ്ട ഉത്തരവാദിത്വമുള്ള ലോക്കൽ പോലീസ് അവരെ പിടിച്ചു മാറ്റുന്നു. അതവരുടെ ജോലിയാണ്. SIയും ഗ്രേഡ് SIയും അടക്കമുള്ളവർ പിടിച്ചു മാറ്റുന്നു. വണ്ടി കടന്നു പോകുന്നു. വണ്ടിയോടൊപ്പമുള്ള സുരക്ഷാ വാഹനങ്ങളും കടന്നു പോകുന്നു. പക്ഷേ പിന്നാലെ വന്ന ഒരു സുരക്ഷാ വാഹനം ചവിട്ടി നിർത്തി അവിടെ നിന്നിറങ്ങി വലിയ ഒരു ദണ്ഡെടുത്ത് ഈ 2 കുട്ടികളെയും ക്രൂരമായി മർദ്ദിക്കുന്നു. ഇതിനെക്കുറിച്ച് പിണറായിയോട് പിന്നീട് ചോദിച്ചപ്പോൾ പിണറായി പറഞ്ഞത് രക്ഷാപ്രവർത്തനമാണെന്നാണ്. പോലീസുകാർ പിടിച്ചുകൊണ്ടുപോകുന്നത് താൻ കണ്ടു, എന്റെ ഗൺമാൻമാർ തല്ലുന്നത് കണ്ടില്ല എന്ന് പറഞ്ഞ് അവർക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തു. പക്ഷെ പിണറായി അറിഞ്ഞില്ല, ഈ ക്രൂരന്മാർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഭരണം മാറുമെന്ന്. ഭരണം മാറി നാടകീയമായ സംഭവങ്ങളോടെ. അന്ന് അടികൊണ്ട് AD തോമസ് ഇന്ന് MLA ആയി നിയമസഭയിലെത്തിയിരിക്കുന്നു. തോറ്റുപോയ ചിത്തരഞ്ജൻ വേദനയോടെ പറയുന്നു, സകല വിഷയങ്ങളും മറന്ന് അടിയെക്കുറിച്ച് മാത്രമായിരുന്നു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തതെന്ന്. അതെ, അത് അത്രയും ക്രൂരമായ അടിയായിരുന്നു. അതത്രയും നികൃഷ്ടമായ പെരുമാറ്റമായിരുന്നു. അതിനെ പിണറായി ന്യായീകരിച്ചതോടെ അതുതന്നെ ആവണമായിരുന്നു ആലപ്പുഴയിലെ മുഖ്യ വിഷയം. ഇപ്പോഴിതാ ആ വലിയ ദണ്ഡെടുത്ത് അടിച്ച ആ പോലീസുകാരനടക്കം പിണറായിയുടെ സുരക്ഷാ സംഘത്തിലുള്ള 5 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പോലീസുകാർ ബോധപൂർവ്വം കുറ്റകൃത്യം ചെയ്തു. ആ കുട്ടികളെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചു. വധശ്രമമാണ് നടത്തിയത്. VIP-യുടെ സുരക്ഷയ്ക്ക് വീഴ്ച വരുത്തി. VIP സുരക്ഷാ വാഹനങ്ങൾ എപ്പോഴും VIP-യുടെ വാഹനത്തിനൊപ്പം ഉണ്ടാവണം. VIP-യുടെ വാഹനം വിട്ടുപോയി. അതിന് പിറകിൽ ഇവർ നിന്നു. അതിന് പിറകിലുള്ള മറ്റു VIP സുരക്ഷാ വാഹനങ്ങൾക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചു. ഇത് മുഴുവൻ അവരുടെ കൈത്തരിപ്പ് മാറ്റാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥൻ അനിൽകുമാർ എന്ന ഗൺമാൻ അടക്കം 5 പേരും കുറ്റക്കാരാണെന്ന് ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു. 5 പേരെയും ഇന്നലെ DGP സസ്പെൻഡ് ചെയ്തു. ഓർക്കണം, ഇതിൽ അനിൽകുമാർ കഴിഞ്ഞ 25 വർഷം പിണറായിയുടെ കൂടെയാണ്. പോലീസിൽ നിന്ന് ശമ്പളം വാങ്ങുമ്പോഴും അദ്ദേഹം പിണറായിയുടെ കൂടെയാണ്. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ സുരക്ഷാ ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് പ്രത്യേക അനുവാദം വാങ്ങി പാർട്ടി സെക്രട്ടറിയുടെ ഗൺമാനായി സുരക്ഷാ ഉദ്യോഗസ്ഥനായി നിയമിച്ചിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനായത്. ഇപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായപ്പോൾ അങ്ങോട്ട് മാറി സേവനമനുഷ്ഠിച്ചു തുടങ്ങിയിരുന്നു. അനുമതി കിട്ടുന്നതിന് മുൻപ് ആ ഗൺമാനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുന്നത്. സർവീസിൽ നിന്ന് പിരിച്ചുവിടാത്തടത്തോളം കാലം ഇനി പിണറായിയുടെ സുരക്ഷയുമായി നടക്കാൻ കഴിയില്ല. പിരിച്ചുവിട്ടാൽ പിണറായി ശമ്പളം കൊടുത്താൽ കൂടെ പോകുന്നതിൽ തെറ്റില്ല. സർക്കാർ ശമ്പളം നമ്മുടെ നികുതി പണം കൊണ്ട് ഇനി അത് സാധ്യമല്ല. ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അതീവ ഗുരുതരമായ കുറ്റം ചുമത്തണമെന്നാണ് ഷൗക്കത്ത് അലി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. വധശ്രമം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തിയേക്കാം. ഇത് രാഷ്ട്രീയ പ്രതികാരം വീട്ടിലാണ് എന്ന പരാതി ഉയരുകയില്ല. കാരണം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തത്. എന്നാൽ ഈ കേസ് അട്ടിമറിച്ചത് എങ്ങനെയെന്നും അന്വേഷിക്കുന്നുണ്ട്. ഈ കേസ് അട്ടിമറിച്ചതിന്റെ വിശദാംശങ്ങൾ കൃത്യമായി തന്നെ ഷൗക്കത്ത് അലിയുടെ സംഘം DGPക്ക് കൊടുത്തിട്ടുണ്ട്. കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ആദ്യം മാന്യമായി അന്വേഷിച്ച് കണ്ടെത്തുന്നു. SP ആയിരുന്ന ചൈത്ര തെരേസ ജോൺ അങ്ങനെ തന്നെ റിപ്പോർട്ട് കൊടുക്കുന്നു. പക്ഷെ അവിടേക്ക് പ്രത്യക്ഷപ്പെടുന്നത് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുള്ള ADGP അജിത് കുമാറാണ്. പിണറായിക്ക് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത പോലീസ് ഓഫീസർ. യജമാനനെ ഏറ്റവും സുഖിപ്പിക്കുക എന്നതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചുമതല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹം തന്നെ പലരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശ്വസ്തനായ നായയാണെന്ന്. യജമാനന് വേണ്ടി അങ്ങേയറ്റം വരെ പോകുമെന്ന്. അങ്ങനെ പിണറായി എന്ന യജമാനന് വേണ്ടി അടിമപ്പണി ചെയ്ത് നിരപരാധികളെ മനുഷ്യരെ ജയിലിലടയ്ക്കാൻ കൂട്ടുനിന്ന അജിത് കുമാർ ഈ കേസ് അടിമുടി അട്ടിമറിക്കുന്നു. ഗൺമാൻമാരെ കുറ്റപ്പെടുത്തി കൊടുത്ത റിപ്പോർട്ട് തിരുത്തി എഴുതാൻ പോലീസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുന്നു. ആദ്യം എഴുതിയ ഉദ്യോഗസ്ഥനെ ഈസ്റ്റ് കല്ലടിലേക്ക് സ്ഥലം മാറ്റുന്നു. പിന്നെ വന്ന ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഇവിടുന്ന് എഴുതി കൊടുക്കുകയാണ്. അജിത് കുമാർ തന്നെയാണ് ഈ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന് വ്യക്തമായിട്ടുണ്ട്. SP ചൈത്ര തെരേസ ജോൺ ഇതിന് വഴങ്ങില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവരെ സ്ഥലം മാറ്റിയാണ് ഈ കർമ്മം പൂർത്തിയാക്കിയത്. എന്നിട്ട് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു, VIP സുരക്ഷയുടെ ഭാഗമായി നടത്തിയ ഇടപെടലാണ്. മുഖ്യമന്ത്രി ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഇടപെടലാണ്. ആക്രമിച്ചു എന്ന് പറയുന്നതിന് തെളിവുകൾ ലഭ്യമല്ല എന്ന്. നോക്കൂ, സകല മനുഷ്യരും പലവട്ടം കണ്ടതാണ്. ഈ റിപ്പോർട്ട് വായിച്ച മജിസ്ട്രേറ്റ് തള്ളിക്കളയാൻ ഒരു കാരണമുണ്ട്. മജിസ്ട്രേറ്റും 1000 തവണ TV-യിലൂടെ ഇത് കണ്ടിട്ടുണ്ടാവും. സകല TV-യും പ്രദർശിപ്പിച്ചതാണ് ഈ വലിയ ദണ്ഡ് കൊണ്ട് തല്ലുന്നത്. ആ മജിസ്ട്രേറ്റിനോട് ചെന്ന് പറയുകയാണ് അങ്ങനെ ഒരു ദൃശ്യം ലഭ്യമല്ലെന്ന്. അതുകൊണ്ട് തന്നെ ആവാം വീണ്ടും അന്വേഷിക്കാൻ പറഞ്ഞതും പോലീസ് അലംഭാവം കാട്ടിയതും. ആ അന്വേഷിക്കാനുള്ള കോടതി ഉത്തരവാണ് പുതിയ സർക്കാർ നടപ്പിലാക്കിയത്. അന്വേഷണ റിപ്പോർട്ടിൽ എത്ര ഗുരുതരമായ വീഴ്ചയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റിയത് എന്ന് വ്യക്തമായി പറയുകയും 5 പേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അവിടെ അവസാനിക്കുന്നില്ല ഈ അന്വേഷണവും ഈ ശിക്ഷാ നടപടിയും. ഒരു വശത്തെ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള അന്വേഷണം പൂർത്തിയാക്കി
കോടതിയിൽ സമർപ്പിച്ച് കോടതിയുടെ അനുമതിയോടെ ഇവരെ സർവീസിൽ നിന്നും പുറത്താക്കും. തൽക്കാലം അന്വേഷണം തീരുന്നതുവരെ ഇവരെ സസ്പെൻഷനിൽ തന്നെ പുറത്തു നിർത്തും. അതിനുശേഷം ഇവരെ പിരിച്ചുവിട്ടേക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ട്. പോലീസിന് നിരക്കാത്ത പണിയെടുത്താൽ പിരിച്ചുവിടാൻ നിയമമുണ്ട്. കേരള പോലീസ് ആക്ടിൽ ഇത് കൃത്യമായി പറയുന്നുണ്ട്. പിണറായി വിജയൻ ഇഷ്ടപ്പെടാത്ത നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പിരിച്ചുവിട്ടിട്ടുണ്ട്. എന്നാൽ ഇക്കുറി പിരിച്ചുവിടാൻ പോകുന്ന ആദ്യത്തെ ആളുകൾ ഇവരായിരിക്കും. പാപം ചെയ്തതിന് ഫലം അവർ അനുഭവിക്കണം. എന്നാൽ അവിടെ അവസാനിക്കുമോ? ഇല്ല. ഈ കേസ് അട്ടിമറിച്ചത് എങ്ങനെയാണ് എന്ന് അന്വേഷിക്കേണ്ടി വരും. അട്ടിമറിച്ചതിന്റെ പിന്നിൽ ചരട് വലിച്ചത് ADGP അജിത് കുമാറാണ് എന്നതിന് തെളിവ് ലഭിച്ചിരിക്കുന്നു. അജയ് ജുവൽ കുര്യാക്കോസിനെയും AD തോമസിനെയും നവകേരള ബസിന് സമീപത്തു നിന്നും പിടിച്ചു മാറ്റിയ പോലീസ് സംഘം, അവരുടെ മൊഴി നിർണായകമായി ഈ മർദ്ദനത്തെക്കുറിച്ചുള്ളത്. മാത്രമല്ല, നവകേരള ബസിന്റെ ഡ്രൈവർ കൃത്യമായി പറഞ്ഞു, വണ്ടി കടന്നുപോയി, അവർ സൈഡിൽ നിന്നതേ ഉള്ളൂ, തടസ്സപ്പെട്ടില്ല എന്ന്. കേസ് അന്വേഷിച്ച ആലപ്പുഴയിലെ പോലീസ് ഉദ്യോഗസ്ഥനും SP ആയിരുന്ന ചൈത്ര തെരേസ ജോണും കൃത്യമായി തങ്ങൾ ചെയ്തത് എന്താണെന്ന് പറഞ്ഞു. പഴയ റിപ്പോർട്ടിന് കോപ്പി സമർപ്പിച്ചു. ADGP അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം കേസ് അട്ടിമറിച്ച് റിപ്പോർട്ടുണ്ടാക്കിയ DYSP കൃത്യമായി തന്റെ അനുഭവം അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഇതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇതുവരെ രേഖപ്പെടുത്താതെ പോയ 3 കാര്യങ്ങൾ കൂടിയുണ്ട്. അതും രേഖപ്പെടുത്തപ്പെട്ടേക്കും തുടരന്വേഷണത്തിൽ എന്നാണ് വ്യക്തമാവുന്നത്. ഈ കേസ് അന്വേഷണം നന്നായി നടത്തിയ 3 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, അതായത് 2 CIമാരെയും ഒരു DYSPയെയും ADGP അജിത് കുമാർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഹെഡ്ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തിന്റെ ഓഫീസിന് മുമ്പിൽ പാറാവുകാർക്കൊപ്പം നിർത്തുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ. അവർക്ക് ഇരിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പോകാൻ പറ്റില്ല. അത്ര കർക്കശമായ നിയന്ത്രണത്തോടെ ഈ 3 പേരെയും 2 CIമാരെയും ഒരു DYSPയെയും നേരെ ചൊവ്വേ കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തതിന് പേരിൽ ADGPയുടെ ഓഫീസിന് പുറത്ത് നിർത്തിപ്പൊരിച്ചു. ഇതിന് തെളിവുകളും റിപ്പോർട്ടുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഭയമായതുകൊണ്ട് അവർ അക്കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ റിപ്പോർട്ട് തിരുത്തി കൊടുത്തു, തിരുത്തിച്ചത് അജിത് കുമാറാണെന്ന് പറഞ്ഞെങ്കിലും വിളിച്ചു വരുത്തി അപമാനിച്ചതിനെക്കുറിച്ച് അവർ കൊടുത്തിട്ടില്ല. എന്നാൽ ആ മൊഴി കൂടി അവർ കൊടുക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഇവർക്കായിരിക്കും കുഴപ്പമുണ്ടാകാൻ പോകുന്നത്. ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി സത്യം മറച്ചുവെച്ചത് പണിയായി വരും ഈ ഉദ്യോഗസ്ഥർക്കെന്ന് ബോധ്യമായതോടെ ഈ ഉദ്യോഗസ്ഥർ ഇക്കാര്യം കൂടി വെളിപ്പെടുത്തും തുടരന്വേഷണത്തിൽ എന്നാണ് വ്യക്തമാവുന്നത്. അങ്ങനെയെങ്കിൽ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യേണ്ടി വരും, നടപടിയെടുക്കേണ്ടി വരും. പിണറായിയുടെ വിശ്വസ്തനായി കാവൽ നായയെ പോലെ എല്ലാ വൃത്തികേടുകൾക്കും കുടപിടിച്ച ഓഫീസറാണ് അജിത് കുമാർ. അജിത് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടും നടപടിയെടുക്കാൻ പിണറായി വിജയൻ സമ്മതിച്ചു. വിശ്വസ്തരെ കൈവിടാൻ പിണറായി ഒരുക്കമായിരുന്നില്ല. അജിത് കുമാർ ഈ വിഷയത്തിൽ സസ്പെൻഷനിലേക്ക് നീങ്ങുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഒരു കേസ് അട്ടിമറിക്കാനും നീതിപൂർവ്വം കേസ് അന്വേഷിച്ചവരെ നിയമവിരുദ്ധമായി നീതിക്ക് നിരക്കാത്ത തരത്തിൽ ശിക്ഷിക്കാനും ശ്രമിച്ച അജിത് കുമാർ കൈമലർത്തിയാലും കാര്യമില്ല, അന്വേഷണ വിധേയനെ സസ്പെൻഡ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. അതിനെ മറികടക്കാൻ വളഞ്ഞ വഴി പ്രയോഗം ആരംഭിച്ചിട്ടുണ്ട്. സ്വാധീനമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല, ആഭ്യന്തരമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത തെക്കൻ കേരളത്തിലെ അതിസമ്പന്നനായ ഒരു വ്യവസായിയുടെ സഹായം തേടിയിട്ടുണ്ട്. തെക്കൻ കേരളത്തിലെ വ്യവസായിയുടെ സ്വാധീനം അതിശക്തമാണ്. ഈ വ്യവസായിയുടെ സ്വാധീനത്തെ മറികടക്കാൻ അധികമാർക്കും കഴിയില്ല. ആ വ്യവസായിക്ക് വളരെയധികം പ്രിയപ്പെട്ടവനാണ് അജിത് കുമാർ. കോവിഡ് കാലത്ത് അജിത് കുമാർ താമസിച്ചിരുന്നത് ഈ വ്യവസായിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ തന്നെയായിരുന്നു. അത്ര ആത്മബന്ധമുള്ള വ്യവസായി അജിത് കുമാറിന് വേണ്ടി ഇടപെടുന്നു എന്നാണ് വിശ്വസനീയമായ റിപ്പോർട്ടുകൾ. ആ വ്യവസായിയുടെ പേര് പറയാത്തത് ചില നിയമ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്, ഭയപ്പെടുന്നത് കൊണ്ടല്ല. എന്തായാലും ഈ വ്യവസായിയുടെ ഇടപെടൽ ഫലപ്രദമായില്ലെങ്കിൽ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തേണ്ടി വരും. എന്നാൽ ഈ വ്യവസായിയുടെ സ്വാധീനത്തെ മറികടക്കാൻ പോലീസിന് കഴിയുമോ, മുഖ്യമന്ത്രിക്ക് കഴിയുമോ, ആഭ്യന്തരമന്ത്രിക്ക് കഴിയുമോ എന്നത് മാത്രമാണ് ADGP അജിത് കുമാറിന്റെ ഭാവിയെക്കുറിച്ചുള്ള അവശേഷിക്കുന്ന ചോദ്യചിഹ്നം.